ബാക്ക് ടു ടുഡേയ്സ് വീഡിയോ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മിനി ഫെയർവെൽ വ്ളോഗാണ്. നമ്മുടെ കോളേജിൽ 4th ഇയേഴ്സിൻ്റെ ഫെയർവെല്ലാണ്. അത് കണ്ടക്ട് ചെയ്യുന്നത് 3rd ഇയേഴ്സ് ആയ നമ്മൾ തന്നെയാണ് കേട്ടോ. അപ്പം 9 മണിയാകുമ്പോൾ കോളേജ് ഓഡിറ്റോറിയത്തിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട്. 6:30 ആയപ്പോൾ എഴുന്നേറ്റു, സാരിയൊക്കെ കൊടുത്ത് മേക്കപ്പൊക്കെ ഇട്ട് ഓൾ സെറ്റായിട്ടിരിക്കുകയാണ്. ഇനി 9 മണിക്ക് നമുക്ക് ഓഡിറ്റോറിയത്തിലെത്തണം. ഓക്കെ, അപ്പം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ടുഡേയ്സ് വീഡിയോ. പറഞ്ഞ സമയത്ത് ഒരു സ്ഥലത്ത് എത്തുന്ന പതിവ് നമുക്ക് ആർക്കും ഇല്ലാത്തത് കാരണം തന്നെ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് തന്നെ ഇറങ്ങിയപ്പം 9 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ താഴെ എത്തിയപ്പം കമ്പനിക്ക് ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. ഇനി മുകളിലോട്ട് നടന്ന് കയറിയാൽ കുറച്ചും കൂടി ലേറ്റ് ആവുമെന്ന് കണ്ടപ്പം നമുക്കിനി ഓട്ടോയ്ക്ക് പോകാമെന്ന് കരുതി ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് താഴെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ ഇനി ഓഡിറ്റോറിയത്തിലോട്ട് പോവാണ് കേട്ടോ. രാവിലെ ഒരു 10:30 ഫോർമൽ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. പക്ഷേ എന്തിനാ 9 മണിക്ക് വരാൻ പറഞ്ഞതെന്ന് അറിയത്തില്ല. ഇനി നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തിയിട്ടുണ്ട്. നമ്മൾ ചെന്നതും ഓഡിറ്റോറിയം എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. സ്റ്റുഡൻസ് ഇന്നലെ വൈകിട്ട് ചെന്നിട്ട് എല്ലാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇവൻറ്റിനായിരുന്നു പ്രോഗ്രാം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അവരും അത് നല്ലപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 10:30 ഫോർമൽ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ സ്റ്റുഡൻസ് എല്ലാവരും വന്നിരുന്നിട്ടുണ്ട്. ഫസ്റ്റ് ഫോർമൽ പ്രോഗ്രാം, ആഫ്റ്ററാണ് നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. back. फिर मिलेंगे means we will meet again, and that's the spirit of today's gathering. We are not here to say goodbye forever, just for അങ്ങനെ എൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സീനിയേഴ്സിൻ്റെ കുറച്ച് ഗെയിംസും പിന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് കുറച്ച് ഡാൻസും പ്രോഗ്രാംസും ഒക്കെ ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡ് ടൈമായി, ലഞ്ച് ടൈം ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ നല്ല ഫുഡ് വിശന്ന് കൊടലരിയ. രാവിലത്തെ ഫോർമൽ പ്രോഗ്രാമും കുറച്ച് ഗെയിംസൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ അതിനു മുമ്പ് നമ്മളെല്ലാവരും ഫുഡെല്ലാം കഴിച്ച് സെറ്റായിട്ടുണ്ട്.
അങ്ങനെ എല്ലാ ഫോർമൽ പരിപാടിയും സീനിയേഴ്സിൻ്റെ വകയുള്ള പ്രോഗ്രാംസും ഗെയിംസും എല്ലാം കഴിഞ്ഞ് ഒരു 4 മണിയോടുകൂടി നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം എൻഡായി. ഇനി നമ്മുടെ സെക്ഷൻ ദ എൻജോയ്മെൻറ്റ് ജോയ്ഫുൾ മൊമെൻറ്റ്. നമ്മൾ ഇതിന് വേണ്ടിയായിരുന്നു ഇത്ര നേരം വെയിറ്റ് ചെയ്തത്. ഡാൻസും പാട്ടും ബഹളമൊക്കെ ആയിട്ട് അങ്ങനെ പ്രോഗ്രാം 4 മണിയോടുകൂടി തീർന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര എൻജോയ്മെൻ്റ് അറ്റ് ദ പീക്ക് എന്ന് പറയും പോലെ നമുക്ക് അത്ര ഹാപ്പി ആയിരുന്നു. ആ ലാസ്റ്റ് സെഗ്മെൻറ്റോടുകൂടി പ്രോഗ്രാം അങ്ങ് വൈൻഡപ്പ് ആയിട്ടുണ്ടായിരുന്നു. ഡാൻസും കലാപരിപാടികളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്ന വഴിക്ക് ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് ഇറങ്ങാലോ എന്ന് വിചാരിച്ച് നമ്മൾ സൂപ്പർ 7-ൽ പോയി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ 4 ആളെ ബാലൻസ് ഉണ്ടായിരുന്നു. നമ്മൾ 4 ആളും ഒരുമിച്ച് നല്ല രസമായിരുന്നു ആ ക്ലൈമറ്റിൽ ഇങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് വരാനായിട്ട്. അങ്ങനെ നമ്മൾ നേരെ ഇനി ഹോസ്റ്റലിലോട്ട് പോവുകയാണ്. ടിൽ ദെൻ നമുക്കൊരു നെക്സ്റ്റ് ഇയർ നമുക്ക് ഇതേപോലൊരു ഫെയർവെൽ ഉണ്ടാവും. നമ്മൾ അപ്കമിങ് 4th ഇയേഴ്സാണ്. അപ്പം അതൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നടന്ന പ്രോഗ്രാമിൻ്റെ വിശേഷമൊക്കെ പറഞ്ഞ് നമ്മൾ പതിയെ ഇനി ഹോസ്റ്റലിലോട്ട് നടക്കാൻ എല്ലാവർക്കും നല്ല മടിയുണ്ട്. അത്യാവശ്യം ടയേർഡായിട്ടുണ്ട് എല്ലാവരും. അപ്പോഴാണ് ദൈവദൂതനെ പോലെ ഒരു ഓട്ടോ എത്തിയത്. നമ്മൾ 4 ആളും ചാടിക്കയറി ഓട്ടോയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ഉദ്ദേശമില്ല, നേരെ ഇനി ഹോസ്റ്റലിലോട്ട് പോവുകയാണ്. ഈ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. എഡിറ്റ് ചെയ്ത് ഞാൻ എൻ്റെ മടി കാരണം കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ട്. എനിവേ പ്രശ്നമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.